മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 2019 മോഡൽ ഹുണ്ടായുടെ ഗ്രാൻഡ് ഐ10 1.2 എഞ്ചിനിൽ വരുന്ന പെട്രോൾ വാഹനമാണ്. കൊറിയൻ നിർമ്മാതാക്കളായ ഹുണ്ടായുടെ ഐ10 വാഹനം ഓടിക്കാൻ, ഐ10 കാർ ഓടിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. എന്നാൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഈ ഐ10 മൈലേജ് വളരെ കുറവാണ്. ഏകദേശം ഒരു ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ഒരു 15 കിലോമീറ്റർ വരെയൊക്കെയാണ് മൈലേജ് ലഭിക്കുക. അപ്പൊ ഇതിന്റെ ഓണർ ഈ വാഹനത്തെ CNG കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ CNG കൺവേർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പൊ എത്ര മൈലേജ് കിട്ടുന്നു, അതുപോലെ എത്ര രൂപ ചെലവ് വരുന്നു, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് അരുണാണ്. അരുണിന്റെയാണ് ഈ വാഹനം. അരുണെ, ഹുണ്ടായുടെ വാഹനം എടുക്കാനുള്ള ഒരു തീരുമാനം എന്തായിരുന്നു? ഞാൻ ഹുണ്ടായുടെ വണ്ടികൾ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കംഫർട്ട് ഉള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, ആ ഒരു ഇതില് എടുത്തതാണ്. അപ്പൊ ഈ വാഹനം എടുത്തിട്ട് ഇപ്പോ ടോട്ടല് 55,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതിൽ 35,000 കിലോമീറ്റർ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. 20,000 കിലോമീറ്റർ പെട്രോളിലും 15,000 കിലോമീറ്റർ CNG-യിലും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് 20,000 കിലോമീറ്റർ പെട്രോളിലാണ് ഓടിക്കുന്നത്. ഓക്കെ, വേറെ പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കംഫർട്ടായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഈ മൈലേജ് ആയിരുന്നു ഒരു കൺസേൺ ആയിട്ടുണ്ടായിരുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ലോങ് പോവാണെങ്കിലും ഒരു 14-15, ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 10, 12, 13 അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഈ പെട്രോളിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 10,000 കിലോമീറ്റർ തൊട്ട് ഞാൻ വേറെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ CNG ആക്കിയ വണ്ടി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഇതൊന്ന് കൺവേർട്ട് ചെയ്താലോ എന്ന്. അപ്പോ റീസെയിൽ വാല്യൂന്റെ ഒരു ഇഷ്യൂ, പിന്നെ എന്തെങ്കിലും എഞ്ചിൻ കംപ്ലൈന്റ്, അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് മടിച്ചു നിന്നിട്ടാണ് പിന്നെ 20,000 ഇത് കൺവേർട്ട് ചെയ്യണത്. പക്ഷെ കൺവേർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ 15,000 കിലോമീറ്റർ ഓടി. ഒരു സർവീസ് 10,000 സർവീസ് ചെയ്തു. സർവീസ് കോസ്റ്റിൽ വരികയാണെങ്കിലും ഒരു അധികം വ്യത്യാസം, ഒരു 2,000 രൂപയ്ക്ക് വ്യത്യാസമാണ് വരുന്നത്. കാരണം പെട്രോളില് ഉള്ളതിനേക്കാളും ഒരു 2,000 രൂപ എക്സ്ട്രാ കൂടുതൽ വരുന്നുണ്ട് എനിക്ക് വന്നത്. പെട്രോളിൽ ചെയ്യുമ്പോ ഒരു 7,000-8,000 വരുന്നത് ഇപ്പൊ ഒരു 10,000 വന്നിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ചെയ്യണമെന്ന് വെച്ചാൽ സ്പാർക്ക് പ്ലഗും ഫിൽറ്ററുകളും മാറ്റി വെക്കുക. അതെന്തായാലും CNG-യിലേക്ക് മാറിക്കഴിഞ്ഞാൽ പ്ലഗ് മാറ്റാതെ നിവൃത്തിയില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. അല്ലെങ്കിൽ വണ്ടി ഭയങ്കര ലാഗിങ് ആവും. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇത് മാറ്റാറായിട്ടുണ്ട്. പെട്രോളിൽ ഉപയോഗിച്ചതിനെക്കാട്ടിലും CNG-യിലേക്ക് മാറിയപ്പോൾ ഒരു ലാഗിങ് ഉണ്ട്, ഒരു പവർ കുറവുണ്ട്. ഇപ്പൊ ഒരു ഹമ്പ് ചാടുമ്പോ നമ്മള് സെക്കൻഡിലിട്ട് എടുക്കുന്നത് ഫസ്റ്റിലിട്ട് എടുക്കണം. അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളുണ്ട്. ക്ലച്ച് താങ്ങിയിട്ട് വണ്ടി മുന്നോട്ട് പെട്രോളിന്റെ ഒരു അത് വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്ന് ഇപ്പൊ നല്ല റൂട്ടിൽ ഒന്ന് റണ്ണിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഫീൽ ചെയ്യൊന്നുമില്ല. വണ്ടി ഇപ്പൊ മാക്സിമം സ്പീഡിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ലാഗിങ് ആണ് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പോ CNG-യിലേക്ക് മാറ്റിയതുകൊണ്ട് പൂർണ്ണമായും തൃപ്തനാണ്? തീർച്ചയായും. കാരണം ഞാൻ 4-5 മാസം കൊണ്ട് 15,000 കിലോമീറ്റർ ഓടിച്ചു. ശരിയാണ്. ഓക്കെ, അപ്പോ ഇതില് CNG കിറ്റ്, അതുപോലെ തന്നെ എവിടെയാണ് ഇതിന്റെ സർവീസ് ഒക്കെ ചെയ്തത്? എവിടെ നിന്നാണ് CNG കിറ്റ് ആഡ് ചെയ്തതൊക്കെ? CNG കിറ്റ് ചെയ്ത് നമ്മുടെ തൃശ്ശൂർ തന്നെ ശങ്കരയ്യർ ജംഗ്ഷനിൽ ഒരു കൺവേർഷൻ സെന്റർ ഉണ്ട്. ഓൾറെഡി നമ്മുടെ സുഹൃത്തിന്റെ ഒരു വണ്ടി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്നാണ് ചെയ്തത്. തോമസ് ഏട്ടോ എന്ന് പറഞ്ഞ ഒരു കിറ്റാണ് ചെയ്തത്. അത് അവർ തന്നെ സജസ്റ്റ് ചെയ്താണ്. ഇപ്പൊ ഉള്ളതില് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വരുന്ന കിറ്റാണെന്നാണ് പറഞ്ഞത്. ഇതിന് 60,000 രൂപയാണ് വരുന്നത്. ആക്ച്വലി 45 തൊട്ടങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ 40,000 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എത്രയോ എനിക്ക് തോന്നുന്നു ഒരു 10 തരം കിറ്റ് എന്തുണ്ട്. അതിലെ ബെറ്റർ അവരും ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്തതും ഈ റേറ്റിലുള്ള ഇതിലും, പിന്നെ കംപ്ലൈൻസ് കുറവ്, അവര് ഫിറ്റ് ചെയ്തിട്ടുള്ളതിലും ഒക്കെ ബെറ്റർ ഇതാണെന്നാണ് പറഞ്ഞത്. അവരും അതും കൂടി കൊണ്ടാണ് തന്നെ വെച്ചത്. ടോട്ടൽ കിറ്റ് ചെയ്യാനപ്പോ 60,000 രൂപ. 60,000 രൂപയാണ് കിറ്റ് ചെയ്യാൻ വരുന്നത്. പിന്നെ എക്സ്ട്രാ വരിക നമുക്ക് RC ബുക്കിൽ ഇത് കൺവേർഷൻ കാണിക്കണം. അതിനൊരു 2,500 രൂപ വരും. അപ്പൊ ഒരു 62,500 രൂപ കൊണ്ട് CNG-യിലേക്ക് കൺവേർട്ട് ആവും. ഇപ്പോ 15,000 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞല്ലോ CNG-യിലാക്കിയിട്ട്. എത്ര രൂപയുടെ ലാഭം ഉണ്ടോ? അങ്ങനെ നോട്ട് ചെയ്യാറുണ്ടോ? ലാഭം നോട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ, അതായത് ഇപ്പൊ ലാഭം എന്ന് പറയുമ്പോ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതിന്റെ നേരെ ഡബിള് ഈ ആ ഒരു ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യാറില്ല. പക്ഷെ ഫസ്റ്റില് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ
ഈ 15,000 കിലോമീറ്റർ ഓടാൻ എടുക്കുന്നതിന്റെ നേരെ ഡബിൾ ചെലവ് വരും പെട്രോളിലാണ് ഇത് ഓടണമെങ്കിൽ. ഓക്കെ ഓക്കെ. ഏകദേശം ഒരു കണക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ CNG ഫുൾ ടാങ്ക് ഒരു 700-750 രൂപയ്ക്ക് CNG ഫുൾ ടാങ്ക് ആവും. ഓക്കെ. അതിന് എനിക്ക് ആവറേജ് 200 കിലോമീറ്റർ ഓടും. 200 കിലോമീറ്റർ. ഇത് നേരെ മറിച്ച് 750 രൂപയ്ക്ക് പെട്രോൾ ആണ് അടിക്കണമെങ്കിൽ മാക്സിമം 100 കിലോമീറ്റർ ഓടുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ CNG അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ കിലോമീറ്റർ ഓടും. ഓക്കെ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സാറിന് ഈ 15,000 കിലോമീറ്റർ ഓടിയപ്പോ തന്നെ CNG വെച്ച പൈസ മുതലായി എന്നാണ് എനിക്ക് ഇപ്പൊ അതിൽ മനസ്സിലായത്. ഏറെക്കുറെ മുതലായിട്ടുണ്ടാവും. കാരണം ഇപ്പൊ 15,000 കിലോമീറ്റർ ഒരു 15 മൈലേജ് വെച്ച് നോക്കി 1000 ലിറ്റർ പെട്രോൾ അടിക്കണം. പെട്രോളാണ് ഓടണമെങ്കിൽ. 1000 ലിറ്റർ അടിക്കണമെങ്കിൽ ഇപ്പൊ എത്ര 108 രൂപയ്ക്കല്ലേ? അപ്പൊ 1,80,000 രൂപ വന്ന്. ഇതിപ്പോ ഒരു 55,000 രൂപയ്ക്കാണ് CNG വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കുറെ ടാലിയായി. 20,000 കിലോമീറ്റർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് CNG വെച്ച പൈസ മുതലായി. പുറത്തുനിന്ന് ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും സേഫ്റ്റിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. വേറെ സേഫ്റ്റി ഇഷ്യൂസ് ആയിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ആർക്കും കണ്ടിട്ടില്ല എന്നാണ് എന്റെ അറിവ്. എന്റെ ഈ 4-5 മാസത്തിൽ എനിക്കും ഉണ്ടായിട്ടില്ല. പിന്നെ പുറമേ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഫില്ല് ചെയ്യണത് ഈ ബോണറ്റ് പൊക്കി വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഇപ്പൊ കമ്പനി ഫിറ്റഡ് വരുന്നതിനൊക്കെ ആണെങ്കിൽ പെട്രോൾ അടിക്കുന്ന അവിടെ തന്നെ അതിനുള്ള വാൽവ് ഉണ്ടാവും. അത് മാത്രമാണ് ഒരു ഇതായിട്ടുള്ളൂ. പിന്നെ ഇപ്പോ കമ്പനി ഫിറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിലും വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ പുറത്തിറങ്ങി നിൽക്കണം. CNG ആവുമ്പോ പമ്പിൽ കയറ്റി എല്ലാരും പുറത്തിറങ്ങി നിൽക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ CNG എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ CNG കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കിട്ടാൻ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് വലിയ പ്രശ്നമില്ല. പാലക്കാട് മലപ്പുറം പോയപ്പോഴൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ 2 മാസം മുന്നേ ശബരിമല പോയിണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോയപ്പോ മാത്രം ഞാൻ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ച് പോയി അവിടെ എത്തി റിട്ടേൺ വരുമ്പോഴാണ് ഇത് കഴിഞ്ഞത്. കഴിഞ്ഞിട്ട് എനിക്ക് തോന്നണ ഏകദേശം എറണാകുളം ജില്ലയിൽ എത്തേണ്ട വന്നിട്ടുണ്ട് ഇത് CNG അടിക്കാൻ വേണ്ടി. അപ്പൊ അവിടുത്തെ ആ റൂട്ടിൽ പത്തനംതിട്ട ശബരിമല വരുമ്പോ കോട്ടയത്തൊന്നും എനിക്ക് കിട്ടിയില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഉള്ളിലേക്ക് മാറിയിട്ടുണ്ടോ അറിയില്ല. നമ്മൾ അന്വേഷിച്ചപ്പോ എവിടെയും അവൈലബിൾ ആയിരുന്നില്ല. ഹൈവേയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് CNGയുടെ മീറ്ററും CNGനെയും പെട്രോളിനെയും തമ്മിൽ കൺവേർട്ട് ചെയ്യുന്ന സ്വിച്ചും വരുന്നത്. ഇതിലിപ്പോ പച്ച ലൈറ്റ് കത്തുന്നതാണ് CNGനെ കാണിക്കുന്നത്. അതുപോലെ ആ ഡോട്ടുകളിൽ വരുന്നത് ഫ്യൂവലിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പെട്രോളിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവിടെ ഓറഞ്ച് ലൈറ്റ് ആയി. CNGയിലേക്ക് മാറ്റുമ്പോൾ ആ സ്വിച്ച് ഒന്ന് വീണ്ടും അമർത്തി കഴിഞ്ഞാൽ CNGയിലേക്ക് മാറി. CNG ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യാപ്പ് തുറന്നിട്ട് ഇവിടെയാണ് ഫ്രണ്ടിലെ ബോണറ്റ് തുറന്നതിന് ശേഷം ഈ ക്യാപ്പും കൂടി തുറന്നതിന് ശേഷം ഇവിടെയാണ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ ഇതാണ് CNG കിറ്റിന്റെ കമ്പനി പേരും അതിന്റെ ECU എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് വരിക. CNGയുടെ ഒരു ടാഗാണിത്. ഇതിൽ വണ്ടി നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ വെച്ച മാസം, വർഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലെ ഡിക്കിക്കകത്ത് ഇതുപോലെയാണ് CNG ടാങ്കും അതുപോലെ സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ വരിക. CNG വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബൂട്ട് സ്പേസ് എന്ന് പറയാനായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമാണ് ഒരു പ്രശ്നം. അപ്പൊ നമുക്ക് എന്തായാലും വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. പുള്ളിങ്ങിന്റെ ഒരു പ്രശ്നം പറഞ്ഞു. അതെല്ലാ CNGക്കാരും വാഹനം ആക്കിയവരെല്ലാവരും പറയാറുള്ളത് തന്നെയാണ്. കമ്പനി ഫിറ്റഡ് ആണെങ്കിലും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് വാഹനം ഓടിച്ചു നോക്കാം. വലിയൊരു കയറ്റം പറഞ്ഞതുപോലെ ഗിയർ ഡൗൺ ചെയ്തിട്ട് തന്നെയാണ് എടുത്ത്. ഫസ്റ്റ് ഗിയറിലൊക്കെ തന്നെ എടുത്ത്. കയറ്റം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വലിയൊരു കയറ്റം തന്നെയായിരുന്നു.
ഈ ഒരു വലിയ കയറ്റാണ് നമ്മൾ CNG കയറ്റി നോക്കിയത്. ഓൾറെഡി അദ്ദേഹം CNG ഇതിനും വലിയ കയറ്റങ്ങളൊക്കെ ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കുറച്ച് നേരമൊക്കെ നിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്രോളിന് അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോളായിരിക്കും, പക്ഷെ ഒരു 10 സെക്കൻഡിനുള്ളിൽ CNG മാറും. ഇനി നമുക്ക് എമർജൻസി ഇതാണ്, കുറച്ച് സ്പീഡ് എക്സ്ട്രാ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ CNG ഓഫ് ചെയ്തിട്ട് പെട്രോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ വണ്ടി ഓടിച്ചു വന്നു. ചെറിയൊരു കയറ്റമൊക്കെ ഓടിച്ച് കയറ്റി നോക്കാം എന്നാണ് വിചാരിച്ചത്. ഹമ്പുകളൊക്കെ ഒന്ന് നോക്കാം. പക്ഷെ വലിയൊരു കയറ്റം തന്നെ ഓടിച്ച് കയറ്റി. അത്യാവശ്യം ഫസ്റ്റ് ഗിയറിലൊക്കെ എടുത്ത് ഓടിക്കേണ്ടതൊക്കെ വന്നു. എങ്കിലും CNG ഞാൻ ഓക്കെയാണ്. ഞാൻ നല്ല എന്താ പറയുക, എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു CNG. അരുണിന് ഓൾറെഡി കംഫർട്ടബിൾ ആണ്, ഇത്രയും കിലോമീറ്റർ ഓടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 1-2 സ്ഥലത്ത് ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് ഉപയോഗിച്ചു. എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വണ്ടി കയറി. യാതൊരു പ്രശ്നം ഉണ്ടായില്ല. AC ഓൺ ആയിരുന്നു. AC ഓഫ് ആക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. CNG എന്ന് കേൾക്കുമ്പോഴേക്കും ആരും നെറ്റ് ചൊളിക്കേണ്ട ഒരു ആവശ്യമില്ല. CNG നല്ല ഓക്കെയാണ്. നമുക്ക് ഉപയോഗിക്കുന്ന സമയം നല്ലപോലെ മുതലാക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ റീസെയിൽ വാല്യൂവിനെ കുറിച്ചൊന്നും അവിടെ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം നമുക്ക് അത്യാവശ്യം ഓടാനുണ്ടെങ്കിൽ CNG ആക്കി കഴിഞ്ഞാൽ അത് ബെറ്റർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കൊണ്ട് നമ്മൾ CNG ഓടുകയാണെങ്കിൽ പെട്രോളിൽ ഓടണ വെച്ച് നോക്കുമ്പോൾ വണ്ടി നമുക്ക് മുതലാവും. ഇനിയിപ്പോൾ അത് പെട്രോളിന്റെ വില, CNG വില പെട്രോളിന്റെ വിലയിലേക്ക് എത്തിയാൽ പോലും അത് നല്ല ലാഭം തന്നെയായിരിക്കും. അപ്പോൾ മോട്ടോമിത്രയ്ക്കും പ്രേക്ഷകർക്കും നല്ലൊരു CNG എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാഹനം തന്നതിന് അരുണിന് നന്ദി. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വാഹനങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. Download now Motometer app.